മന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വന്നപ്പോൾ നിങ്ങൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് രാഗാ തരംഗം എന്നായിരുന്നു. ഇപ്പൊ അത് ശോകാ തരംഗമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് രാഹുൽ ഗാന്ധി ഇന്ത്യ മഹാരാജ്യത്ത് BJP-ക്കെതിരെ പോരാട്ടം നടത്താതെ അദ്ദേഹത്തിന് MP ആവാൻ ഈ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന ഈ കേരളത്തിൽ വന്ന് മത്സരിക്കേണ്ടി വന്ന ഗതികേട് AICC-യുടെ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരിക്കുകയാണ്. ഇന്ന് രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടി രാഹുൽ ഗാന്ധി ഒരു തരംഗവും ഇന്ന് കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി ശോകമായി ഹിന്ദുത്വ പ്രീണനം നടത്തേണ്ടുന്നിടത്ത് BJP ഉപയോഗിക്കുന്ന അതേ കാർഡ് ഉപയോഗിക്കുക. ഒരു സ്ഥലത്ത് മോദി ശ്രീരാമനായി നിൽക്കുമ്പോ ഹനുമാന്റെ വേഷമണിഞ്ഞ് രാഹുൽ ഗാന്ധി പോയി നിൽക്കുക. എങ്ങനെയാണ് ഈ രാജ്യത്തെ മതനിരപേക്ഷതയുടെ സംരക്ഷകരായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാറാൻ വേണ്ടി കഴിയുക? ഇപ്പൊ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുമെന്ന് വെച്ച്, എന്നാൽ രാഹുൽ ഗാന്ധിക്ക് ഒരു റെക്കോർഡുണ്ട്. ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിട്ട് ഒരു 2 പതിറ്റാണ്ട് മുമ്പേ അവതരിപ്പിച്ച ഒരാളാണ്. അതിനുശേഷം ഈ ബറാക് ഒബാമ, വക്കീലായിരുന്ന ബറാക് ഒബാമ 2 പ്രാവശ്യം അമേരിക്കൻ പ്രസിഡന്റായി. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയിട്ടില്ല. ആര്യ രാജേന്ദ്രൻ, അന്ന് പ്രീ പ്രൈമറിയിൽ പഠിച്ചിരുന്ന ആര്യ രാജേന്ദ്രൻ ഇന്ന് തിരുവനന്തപുരം മേയറ. അന്നുണ്ടായിരുന്ന ഹൈസ്കൂൾ പഠിച്ചിരുന്ന സച്ചിൻ ദേവ് ഇന്ന് MLA ബാലുശ്ശേരി. അവര് തമ്മിലുള്ള വിവാഹവും കഴിഞ്ഞ് അവർക്ക് കൊച്ചുകളായി. ഇനിയിപ്പോ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവോ എന്നുള്ളതിൽ എന്ത് പ്രസക്തി? ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ.